വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വർത്ത് വർഷ്. ഇപ്പം ഞാനുള്ളത് കണ്ണൂരാണ്. ഇപ്പം നമ്മൾ നേരെ പോണത് എങ്ങോട്ടെന്നറിയോ? എൻ്റെ അനിയന് പെണ്ണ് കാണാണ് ഗൈസ്. ഇതാണ് എൻ്റെ അനിയൻ. അപ്പോൾ നേരെ പോണത് പെണ്ണിൻ്റെ വീട്ടിലോട്ടാണ്. പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോയാലല്ലേ നമ്മൾ പെണ്ണിനെ കാണത്തുള്ളൂ. ഓൾറെഡി നമ്മൾ കണ്ടതാണ്, ലവാണ് ഗൈസ്. കണ്ട ചിരി. അപ്പോൾ അതിൻ്റെ സന്തോഷം എൻ്റെ മോളെ മുഖത്തുകൊണ്ട് കണ്ടോ. ഡാൻസ് കല്യാണത്തിന് ഞാനും എൻ്റെ മോളെയും ഡാൻസ് ഉണ്ടാവുന്നതായിരിക്കും. കണ്ടോ, സ്റ്റെപ്പൊക്കെ ഇപ്പോഴേ പഠിക്കാൻ തുടങ്ങി. കണ്ട ഈ സ്റ്റെപ്പിൽ തലയാട്ടി ഇതാ എന്താ കുലുങ്ങുന്നത് വെച്ചിട്ട് നോക്കുകയാണ്. മുടി കെട്ടിയതൊക്കെ അഴിച്ച് പറിച്ച് കളയാൻ നോക്കുകയാണ്. ഡാർക്ക് സീനാണ് ഇട്ടിട്ട് എന്താ പിന്നെ തലയിൽ കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ നേരെ പൊക്കോണ്ടിരിക്കുകയാണ്. പെണ്ണിൻ്റെ വീട് ചെറുകുന്നാണ് കേട്ടോ, കുറച്ച് സീരിയസ് ആകും. പെണ്ണിൻ്റെ വീട് ചെറുകുന്നാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഫാമിലിയാണ്. ചെറുങ്ങനെ ഒരു കണക്ഷനൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു ഇതിൽ ഇവരെങ്ങനെ ലവ് അതിനെയൊന്നും തമ്മിറാനറിയാം. പിന്നെ രണ്ടുപേർക്ക് അറിയാവുന്ന ഫാമിലീസ് ആയതുകൊണ്ടും അപ്പോൾ നമ്മൾ ഓക്കെ കെട്ടിച്ചു കൊടുക്കാം എന്നുള്ള ആ ഒരു നിഗമനത്തിലെത്തി. അപ്പോൾ നമ്മൾ ബേക്കറിയിൽ കയറി. നമ്മൾ ഒരു പെണ്ണ് കാണൽ എന്നുള്ളൊരു ഇതിലേക്കല്ല നമ്മൾ പോയത്. കാഷ്വലായിട്ട് ഒരു ജസ്റ്റ് ഒരു വീട്ടിലോട്ട് പോകുന്ന രീതിയിലാണ് പോയത്. അപ്പോൾ കുറച്ച് ബേക്കറി സാധനം ഒക്കെ വാങ്ങിച്ചിട്ട് നേരെ പോയത്. പിന്നെ എൻ്റെ മാമി ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് എൻ്റെ മാമി. കണ്ടോ കാണുന്നുണ്ട്. പിന്നെ ഞാൻ മാമിക്ക് ജസ്റ്റ് ചമ്മലാവെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല. എന്നാലും എടുത്ത് ഗൈസ് വില്ലാളെ പോലെ മുന്നിൽ നിന്നതാണ് ഗൈസ്. അടിച്ച് ഗൈസ് പിന്നെ കരഞ്ഞ നേരം വീട്ടിലെത്തിയ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ട. ഇത് അവളുടെ ചേച്ചിൻ്റെ മോനാണ്, സെക്കൻഡ് ബേബിയാണ്. അപ്പോൾ അവർ തമ്മിൽ നല്ല സംസാരമായിരുന്നു. എന്തോ ആഭ്യന്തര കാര്യം സംസാരിക്കുന്നതാണൊക്കെയാണ് രണ്ടാളും എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുട്ടയ്ക്ക് മേടിച്ച്. ഇതാണ് നമ്മളെ ഇൻട്രോ. ഓക്കെ, ലെറ്റ്സ് സീ. അവൾക്ക് നല്ല ചമ്മലുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പേര് പറഞ്ഞില്ലല്ലോ. നമ്മൾ വിളിക്കുന്നത് കുഞ്ചു എന്നാണ്, സ്നേഹ എന്നാ പേര്. അപ്പോൾ അവന് നല്ല ചമ്മലുണ്ട്, മുഖത്ത് കാണിക്കുന്നില്ല എന്നേയുള്ളൂ. അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ നേരെ ഇറങ്ങി വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വേറൊരു കാര്യമുണ്ട്, വിശന്നാൽ പിന്നെ എനിക്ക് കണ്ണ് കാണില്ല. ഞാനല്ലാത്താവും. നേരെ ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഫുഡ് പിന്നെ ഞാനും കണ്ണനും പറഞ്ഞത് ബിരിയാണിയാണ്. കണ്ണനാ ഫസ്റ്റ് പറഞ്ഞ ബിരിയാണി മതി. പിന്നെ ഞാനും ബിരിയാണി പറഞ്ഞ്. അമ്മയും അച്ഛനും ചോറാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ദച്ചൂസ് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽ വരുന്നത് സാമ്പാർ, തോരൻ, അച്ചാർ, പിന്നെ പരിപ്പേറി, പപ്പടം അങ്ങനെയൊക്കെയാണ്. പിന്നെ ചോറ് കറിയായിട്ടുള്ളത്. കണ്ടോ, അവൻ അവളായിട്ട് മെസ്സേജ് അയക്കുക. കണ്ട അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്ലാസ് വെള്ളം നേരെ മറിഞ്ഞ് അച്ഛൻ്റെ മേത്തൊക്കെ വീണിട്ട് കുറച്ച് ഇതായിപ്പോയി. കുഴപ്പമില്ല. പിന്നെ എൻ്റെ ഫുഡ് വന്ന് ഇതാ കണ്ടോ, തീപാറുന്ന ബിരിയാണി. ഞാനെന്താ തരുമെന്ന് ചോദിച്ചാൽ ലെഗ് പീസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലെഗ് പീസ്. അവസാനം കിട്ടി ഗൈസ്. കണ്ട ബിരിയാണി കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് എനിക്ക് ഫുള്ള് കഴിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ നമ്മൾ മോളെ എടുത്തിട്ട് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് അവിടുത്തെ ഓണറാന്ന് തോന്നുന്നു. ആ ചേച്ചി പറഞ്ഞു ഞാൻ എടുത്തോളാം, നിങ്ങൾ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ചേച്ചി മോളെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ചേച്ചി. പിന്നെ ദിച്ചുമോള് നല്ല ഉറക്കായതുകൊണ്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടുന്ന് കുഞ്ചുവിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സും പലഹാരമൊക്കെ കഴിച്ചത്, അല്ലാണ്ട് വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ മോളെ എടുത്തിട്ട് നമ്മൾ ചേച്ചിക്കൊരു താങ്ക്സും പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി. വീട്ടിലോട്ടാണല്ലോ നേരെ പോണത്. അപ്പോൾ കുറച്ച് മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ വീട്ടിലെത്തി. കണ്ട കല്യാണി ചെക്കൻ. നിങ്ങൾ വിചാരിക്കും ചെറിയ ചെക്കനെ പിടിച്ചിട്ട് കല്യാണം കഴിപ്പിക്കുന്നുണ്ട്. നല്ല പ്രായമുണ്ട് കേട്ടോ, കാണുന്ന പോലെ നല്ല. അപ്പോൾ നമ്മൾ പിന്നെ അവിടുന്ന് സംസാരിച്ചത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരുമായിട്ട് പപ്പന്മാരും എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ട് നമ്മൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ പറയുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണനെ പിന്നെ കളിയാക്കി കണ്ടുവച്ചിരിക്കുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെന്താ ലൈക്ക് ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാത്തത്? ഒന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ